ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഉഴുന്നുവടയുടെ റെസിപ്പി നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് 5 മിനിറ്റ് മാത്രം മതി കേട്ടോ. നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വക്കോട് കൂടിയിട്ട് തന്നെ ബ്രെഡ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ പീസ് ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞത്, അതേപോലെ കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇതേപോലെ ഒന്ന് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഒന്നിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒത്തിരി കൂടണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തതുകൊണ്ട് തന്നെ ബ്രെഡിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ സൈഡിലേക്കും ഉപ്പൊക്കെ ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി കുറഞ്ഞ തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ വടയുടെ ഒരു ചെറിയ പുളിയൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 1/2 കപ്പിൽ താഴെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം മതി, ഒത്തിരി ഒന്നും വേണ്ട. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമുക്ക് ഇതേപോലത്തെ ഒരു മിക്സാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മൾ ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. ആ ടൈമിൽ ബ്രെഡ് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉരുട്ടിയെടുക്കുന്നത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കയ്യിൽ അല്പം ഒന്ന് വെള്ളം തടവി കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വടയ്ക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തി കൊടുത്തിട്ട് നമ്മുടെ തള്ളവിരലിൽ അല്പം വെള്ളം തടവിയിട്ട് ഇതേപോലെ ഒന്ന് നടുവിൽ ഷേപ്പാക്കി കൊടുക്കാം. നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ ഉരുട്ടിയിട്ട് ആ കൈ കൊണ്ട് തന്നെ ഷേപ്പാക്കി എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് ഓയിലിലോട്ട് ഇടുമ്പോൾ ഇതേപോലെ മറ്റേ കൈയിലേക്ക് എടുത്താൽ മതി. ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വട ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴും ഓയിൽ നല്ല ചൂട് വേണം, എങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടുള്ളൂ. അതേപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ബ്രെഡൊക്കെയാണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമുക്ക് ഉള്ളിലുള്ള സവാളയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്